നിങ്ങൾക്കും പണക്കാരനാകാം ഈ 9 സീക്രട്ട് സ്ട്രാറ്റജിയിലൂടെ. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും പലരുടെയും പല കാര്യങ്ങളും കണ്ട് നമ്മൾ വിചാരിക്കും അവരെല്ലാം വളരെ പൈസയുണ്ട്, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നുണ്ടെന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ അവർ പണക്കാർ തന്നെയാണോ? നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ചോദിക്കുന്ന ചോദ്യമാണ്, എപ്പോഴാണ് നമ്മൾ നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തുക, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആവുക, നല്ല രീതിയിലുള്ളൊരു സാമ്പത്തിക സ്ഥിതി നമ്മുടെ ജീവിതത്തിലേക്ക് വരിക എന്നുള്ളത്. എന്നാൽ കയ്യിൽ പണം മാത്രം ഉണ്ടായാൽ പോരാ, അതിനോടൊപ്പം ചില പ്രധാന ഗുണങ്ങളും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ 9 ഗോൾഡൻ റൂൾസ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു സാമ്പത്തിക സ്ഥിതി കൊണ്ടുവരാൻ സഹായിക്കും. വലിയ കാറും പുതിയ വീടുമൊക്കെയാണ് നിങ്ങളുടെ ആ ഒരു വിജയം അളക്കുന്നത് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ തെറ്റി. നിങ്ങളുടെ സാമ്പത്തിക ജീവിതം ശരിയായ ദിശയിലാണോ അതോ കടക്കിണിയിലാണോ എന്ന് സ്വയം പരിശോധിക്കാൻ ഈ 9 ഗോൾഡൻ റൂൾസ് അഥവാ ഈ ഒരു സ്ട്രാറ്റജീസ് നിങ്ങളെ സഹായിക്കും. സോ വീഡിയോ മുഴുവനായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യരുത്. കാരണം ഈ ഒരു 9 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഒരു ഹാബിറ്റായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന മാറ്റം അത് വളരെ വലുതായിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ അജന. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എന്താ നോക്കി നിൽക്കുന്നത്? പെട്ടെന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലെയുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് കോണ്ടന്റ്സ് ആണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒറ്റ ദിവസം കൊണ്ട് നല്ല രീതിയിൽ സാമ്പത്തിക സ്ഥിതി കൊണ്ടുവരാനുള്ള വഴികളല്ല ഞാൻ ഇതിലൂടെ പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ചുറ്റും ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. അതായത് പുതിയ കാറും വീടും ഒക്കെ വാങ്ങി പുറമേ കാണുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും ഓക്കെ ഇവർ നല്ല അടിപൊളി ലക്ഷറി ലൈഫാണ് കൊണ്ടുപോകുന്നത്, നല്ല രീതിയിലാണ് ജീവിക്കുന്നതെന്ന്. പക്ഷെ നമ്മൾ അവരോട് അടുക്കുമ്പോഴാണ് അറിയുന്നത് പലതും വീടും കാറും എല്ലാം ചിലപ്പം ലോൺസ്, EMI ഇതിലൊക്കെ ആയിരിക്കും. ചിലപ്പോൾ അവരുടെ ഡേ ടു ഡേ എക്സ്പെൻസ് കവർ ചെയ്യാനുള്ള പൈസ പോലും അവരുടെ കയ്യിലുണ്ടാകില്ല. അതുകൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഈ 9 കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ഉറപ്പാക്കാം. നമ്പർ 1, നെറ്റ് വർത്ത് വർദ്ധിക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ നെറ്റ് വർത്ത്? നെറ്റ് വർത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആകെയുള്ള അസറ്റ് അത് എത്രയാണെന്നുള്ളത് എടുക്കുക, അത് മൈനസ് നിങ്ങളുടെ കടങ്ങൾ, അതായത് നിങ്ങൾക്ക് എന്തെല്ലാം ലൈബിലിറ്റീസ് ഉണ്ട്, എവിടേക്ക് EMIs ഉണ്ട്, ഡെപ്സ് ഉണ്ട്, ഇതെല്ലാം നിങ്ങൾ അതിൽ നിന്ന് കുറയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങളുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. അത് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് കറക്റ്റ് ആണെന്ന് പറയാം. ദാറ്റ് ഈസ് നെറ്റ് വർത്ത് ഈസ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ്സ് മൈനസ് ടോട്ടൽ ഡെപ്സ്. ഒരു ഉദാഹരണത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിൽ 1 കോടി രൂപയുടെ സ്വത്തുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അതിൽ 20 ലക്ഷം രൂപ നിങ്ങൾക്ക് കടവുമുണ്ട്. ആ സമയത്ത് നിങ്ങളുടെ നെറ്റ് വർത്ത് എത്രയാണ് വരുന്നത്? ഈ 1 കോടി മൈനസ് 20 ലക്ഷം. സോ 80 ലക്ഷം പോസിറ്റീവ് ആണ്. സോ അതാണ് നിങ്ങളുടെ നെറ്റ് വർത്ത്. അവിടെ നിങ്ങൾ സേഫ് ആണ്. ഇനി ഇതേപോലെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ എടുക്കാം. അതായത് 1 കോടി രൂപ നിങ്ങളുടെ അസറ്റ്, 1.5 കോടി നിങ്ങൾക്ക് വരുന്ന ഡെപ്റ്റ്. സോ 50 ലക്ഷം മൈനസ് ആണ് അവിടെ. ആ സമയത്ത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു നെറ്റ് വർത്ത് ആണ് നിങ്ങൾക്ക് വരുന്നത്. അതുകൊണ്ട് ഈ ഒരു കണക്ക് കൂട്ടലിന്റെ ഉത്തരം എപ്പോഴും പോസിറ്റീവ് വരണം. ആ പോസിറ്റീവ് തുക വർഷം തോറും കൂടി വരികയാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിലുള്ളൊരു വഴിയിലൂടെയാണ്, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു സാമ്പത്തിക വഴിയിലൂടെയാണ് പോകുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഹോം ലോൺ, കാർ ലോൺ, EMI ഇതെല്ലാം ഡെപ്റ്റ് ആണ് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സേവിങ്സ്. എല്ലാ മാസവും നിങ്ങൾ ചേർത്ത് വെക്കുന്ന ഒരു സമ്പാദ്യം. സോ മാസ വരുമാനത്തിന്റെ 15% മുതൽ 20% വരെ സമ്പാദിക്കാൻ, അല്ലെങ്കിൽ അത് സേവ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. ചെറിയ തുകകൾ കൃത്യമായിട്ട് നിക്ഷേപിക്കുന്നത് വഴി, ദാറ്റ് ഈസ് SIP ഒക്കെ വഴി ഭാവിയിൽ വലിയ തുക നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. വലിയ എമൗണ്ട്. ഇപ്പം നമ്മൾ വിചാരിക്കാം ഒരു 5000 രൂപ കൊണ്ട് എന്ത് മാറ്റം വരാനാണ്. പക്ഷെ അല്ല, നിങ്ങൾ 5000 രൂപ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് എല്ലാ മാസവും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 വർഷം കഴിഞ്ഞ് 20 വർഷം കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോലും ചിന്തിക്കാത്ത അത്രയും വലിയ, കാരണം അവിടെ ക്യുമുലേറ്റീവ് കാൽക്കുലേഷൻ വരും. ആ സമയത്ത് വളരെ വലിയൊരു കോർപ്പസ് ആയിരിക്കും നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്. 5000 ആണെങ്കിലോ 10000 ആണെങ്കിലോ നിങ്ങളുടെ സാലറി എത്ര കുറവായിക്കോട്ടെ അതിൽ നിന്നൊരു ചെറിയ എമൗണ്ട് നമുക്ക് മാറ്റി വെക്കാൻ സാധിക്കണം. സോ നമ്മുടെ ചാനലിൽ തന്നെ, ബോസ്വാല ചാനലിൽ തന്നെ ഓൾറെഡി നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പോയിട്ട് നോക്കാൻ മറക്കണ്ട. അതായത് നിങ്ങളുടെ സാലറി എത്ര കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും അതിൽ നിന്ന് എങ്ങനെ SIP മാറ്റാം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ചെറിയൊരു എക്സാമ്പിളോട് കൂടി നമുക്ക് നോക്കാം. നിങ്ങൾക്കിപ്പോൾ മാസം ഒരു 5000 രൂപയാണ് മാറ്റി വെക്കാൻ സാധിക്കുന്നത് എങ്കിൽ 18% ഒരു റിട്ടേൺ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് 21 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? 1.14 crore ആണ് നിങ്ങൾക്ക് റിട്ടേൺസ് കിട്ടുന്നത്. ആൻഡ് ഇനി ഈ 5000 മാറ്റി 10000 രൂപയാണ് നിങ്ങൾ മാസം ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ സ്ക്രീനിൽ ഇപ്പോൾ ഒരു ടേബിൾ കാണുന്നുണ്ടല്ലോ അല്ലെ, അത് നോക്കി നിങ്ങൾ ഞാൻ പറയുന്നതുമായിട്ട് കേട്ടിട്ട് കണക്ട് ചെയ്യുക കേട്ടോ. 15% നിങ്ങൾ പ്രതീക്ഷിക്കുന്ന റിട്ടേൺ എങ്കിൽ 19 വർഷം കൊണ്ട് 1.14 crore നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ഇനി ഇത് 20,000 ആണെങ്കിൽ നിങ്ങൾക്കത് 10% റിട്ടേൺ, ഇത്തിരി റിട്ടേൺ കുറഞ്ഞാലും 17 വർഷത്തേക്ക് ഇടുകയാണെങ്കിൽ ഈ 1 കോടി തന്നെ നിങ്ങൾക്ക് കിട്ടും. ആൻഡ് 40,000 രൂപയാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ വെറും 8% കൊണ്ട് നിങ്ങൾക്ക് 13 വർഷം, നമ്മൾ മറ്റത് 21 വർഷം 19 വർഷമൊക്കെയാണ്, ഇത് വെറും 13 വർഷം കൊണ്ട് നിങ്ങൾക്ക് 1 കോടി എത്താൻ സാധിക്കും. സോ 18% റിട്ടേൺസിനായി 5000 രൂപ വെച്ച് നിക്ഷേപിക്കുന്ന ആളേക്കാൾ
കൂടുതൽ നമുക്ക് 8 വർഷം കുറവ്, അതായത് 13 വർഷം കൊണ്ട് അതും 40,000 രൂപയാണ്. പൈസ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ എമൗണ്ട് ഇടുന്ന ആള് കുറച്ചധികം വർഷം കുറഞ്ഞാലും ആ 1 കോടി അല്ലെങ്കിൽ അത്രയും കൂടുതൽ റിട്ടേൺ തന്നെ കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, 18% റിട്ടേണിനായി 5,000 രൂപ വെച്ച് നിക്ഷേപിച്ച ആളേക്കാൾ 8 വർഷം മുൻപ് 1 കോടിയിലെത്താൻ 8% റിട്ടേണിൽ 40,000 രൂപ വെച്ച് സമ്പാദിക്കുന്ന ആൾക്ക് സാധിച്ചു. അതായത് കൂടുതൽ എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് വർഷം കുറഞ്ഞാലും കുറച്ച് ഗ്രോത്ത് കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു എമൗണ്ടിൽ തന്നെ എത്താൻ സാധിക്കും. സോ ഒന്നെങ്കിൽ നിങ്ങൾ കുറച്ച് എമൗണ്ട് ഇട്ടിട്ട് ഒരുപാട് വർഷത്തേക്ക് ഇടുക, അല്ലെങ്കിൽ കൂടുതൽ എമൗണ്ട് ഇട്ടിട്ട് കുറച്ച് വർഷം കുറച്ചിട്ടാലും മതി. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ പോയിന്റിലേക്ക് കിടക്കാം. ദാറ്റ് ഈസ് നിങ്ങളുടെ അസറ്റിന്റെ 50% ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. സേവിങ്സ് അക്കൗണ്ടിൽ മാത്രം പൈസ ഇട്ട് വെച്ചുകൊണ്ട് വലിയ കാര്യമില്ല. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും കിട്ടില്ല, നമുക്ക് അറിയാം. കൂടാതെ ഇൻഫ്ലേഷനും വരികയാണ്. സോ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പണത്തിന്റെ മൂല്യം കുറയുകയും ചെയ്യുകയാണ്. അതിനാൽ നിങ്ങളുടെ സാമ്പത്തിക ശേഷിയുടെ കുറഞ്ഞത് 50% ഇക്വിറ്റി, മ്യൂച്വൽ ഫണ്ട്, ബോണ്ട് അല്ലെങ്കിൽ FDs, അങ്ങനെ എന്തെങ്കിലും, പോസ്റ്റ് ഓഫീസ്, ഇങ്ങനെ എന്തെങ്കിലും നിക്ഷേപങ്ങളിൽ നിങ്ങൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ഒരു പോയിന്റ് വളരെയധികം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നാലാമത്തെ പോയിന്റിലേക്ക് കിടക്കാം. ദാറ്റ് ഈസ് എമർജൻസി ഫണ്ട് തയ്യാറാക്കുക. പെട്ടെന്ന് ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു ജോലി നഷ്ടം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽത്ത് റിലേറ്റഡ് നമുക്ക് എന്തെങ്കിലും അസുഖം വരിക, കൊറോണ പോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, നമുക്കറിയാം കൊറോണ ഫ്ലഡ് ഒക്കെ വന്ന സമയത്ത് ഒരുപാട് ആളുകളുടെ ജോലി പോയിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സർക്കംസ്റ്റാൻസസ് വന്നാൽ നമ്മുടെ കയ്യിൽ നേരിടാൻ പൈസ ഉണ്ടാകണം. സോ നിങ്ങളുടെ മാസത്തെ ഒരു ചെലവ് 50,000 രൂപയാണെങ്കിൽ 6 മാസത്തെ ചെലവിലുള്ള തുക, അതായത് ഒരു 3 ലക്ഷം രൂപ എമർജൻസി ഫണ്ടായി പെട്ടെന്ന് പിൻവലിക്കാൻ കഴിയുന്ന രീതിയിൽ, ദാറ്റ് ഇസ് ലിക്വിഡ് ക്യാഷ് ആയിട്ട്, അതും അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേം FD ആയിട്ട് നിങ്ങൾ സൂക്ഷിച്ച് വെച്ചിരിക്കണം. നമുക്കറിയാം ലൈഫ് എന്ന് പറയുന്നതിന് അൺസർട്ടൈനിറ്റി ആണ്. ഇന്ന് കണ്ട ആളുകളെ നാളെ കാണുന്നില്ല, ഇന്ന് നമ്മളെ കയ്യിലുള്ളതൊന്നും നാളെ നമ്മുടെ കയ്യിലില്ല. അപ്പം ആ ഒരു അവസ്ഥയിൽ, നാളെ എന്തെന്ന് അറിയാത്തൊരവസ്ഥയിൽ നമ്മൾ എപ്പോഴും കുറച്ച് എമൗണ്ട് നമ്മുടെ കയ്യിൽ സൂക്ഷിച്ച് വെക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഒരു പൈസ എത്ര കുറവായിക്കോട്ടെ, അതിൽ നിന്നൊരു ചെറിയ എമൗണ്ട് എമർജൻസി ഫണ്ടിനായിട്ട് എല്ലാ മാസവും നിങ്ങൾ മാറ്റി വെക്കുക. ഇനി നമുക്ക് അഞ്ചാമത്തെ പോയിന്റിലേക്ക് പോവാം. ദാറ്റ് ഈസ് 15% ക്യാഷ് ആയിട്ട് കരുതുക. അതായത് നമുക്കറിയാം ഡിജിറ്റൽ UPI കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ ഈ ഒരു ഡിജിറ്റൽ യുഗത്തിലൂടെ പോകുമ്പോൾ നമുക്ക് എല്ലാ കാര്യം A to Z കാര്യങ്ങളും നമ്മൾ ഡിജിറ്റൽ പേയ്മെന്റ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും ഒരു എറർ വന്നാൽ, ബാങ്ക് സെർവർ എറർ ആയാൽ നമ്മൾ എന്താ ചെയ്യുക? പൈസ എന്ത് ചെയ്യും അല്ലേ? ഇങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലിന് മുമ്പിലൊക്കെ നമ്മൾ എന്തൊരു അത്യാവശ്യത്തിന് നിൽക്കുന്ന സമയത്ത് ബില്ല് പേ ചെയ്യുമ്പോൾ അക്കൗണ്ടിൽ പൈസ ഉണ്ട് നിറച്ചും, പക്ഷേ ഇത് പോകണ്ടേ അങ്ങോട്ടേക്ക്. സോ അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സമ്പാദ്യത്തിൻ്റെ ഒരു 15% ലിക്വിഡ് മണി കയ്യിൽ ക്യാഷ് ആയിട്ട് എപ്പോഴും കരുതണം. ഇനി പണവും, ഒരുപാട് പണം അക്കൗണ്ടിലും അല്ല സ്ഥലവും വണ്ടികളും ഒക്കെ ഉണ്ട്, പക്ഷെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പൈസ എടുക്കാണ്ടാവില്ല. അപ്പം ആ അവസ്ഥ വരാൻ പാടില്ല. അപ്പം മറക്കണ്ട, നിങ്ങളുടെ സാലറിയുടെ 15% നിങ്ങളുടെ കയ്യിൽ എപ്പോഴും പൈസയായിട്ട്, ലിക്വിഡ് മണി ആയിട്ട് ഉണ്ടാകണം. ഇനി ആറാമത്തെ പോയിന്റ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് ഞാൻ പറയാം. അതിനു മുൻപ് മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. നമ്മൾ എപ്പോഴും ഇങ്ങനെ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റിനൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ്. നമ്മൾ എപ്പോഴും ഹെൽത്തിന്റെ കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? എന്നാൽ ചെയ്യണം. വളരെ കുറഞ്ഞ റേറ്റിൽ ഇപ്പോൾ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും അവൈലബിൾ ആണ് പോളിസി ബസാറിൽ. സോ നല്ല ടേം ഇൻഷുറൻസിന് വേണ്ടി നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 400 രൂപ 500 രൂപ മാസം നിങ്ങൾ പ്രീമിയം അടയ്ക്കുകയാണെങ്കിൽ കോടികളുടെ ഇൻഷുറൻസ് കവറേജ് നിങ്ങൾക്ക് ലഭിക്കും. അതിനോടൊപ്പം 51-ലധികം ഇൻഷുറൻസ് പാർട്ട്നേഴ്സും ഇപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 15% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും. ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 400 മുതൽ 500 രൂപ നിങ്ങൾ പ്രീമിയം മാസത്തിൽ അടയ്ക്കുകയാണെങ്കിൽ കോടികളുടെ കവറേജ് ഉള്ള പോളിസികൾ നിങ്ങൾക്ക് ലഭ്യമാണ്. ഒപ്പം നിങ്ങൾ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 25% വരെ ഡിസ്കൗണ്ടും കിട്ടും. ആൻഡ് 30 മിനിറ്റ് ക്ലെയിം സപ്പോർട്ടും പോളിസി ബസാറിൽ ഇപ്പോൾ ലഭ്യമാണ്. 51-ലധികം ഇൻഷുറൻസ് പാർട്ട്നേഴ്സും ഉണ്ട്, ഡെഡിക്കേറ്റഡ് ഹെൽത്ത് മാനേജറും ഉണ്ടാവും. സോ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം, നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ക്രെഡിറ്റ് കാർഡ് ഉപയോഗം 30% താഴെയാണോ? നമ്മുടെ എല്ലാവരുടെ കയ്യിലും ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അതിനെ കൊണ്ടുള്ള ഒരു ഗുണം വലുത് തന്നെയാണ്, അതല്ലാന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ നമുക്ക് സിബിൽ സ്കോർ കൂടാൻ ക്രെഡിറ്റ് കാർഡ് നല്ലതാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അളവോടെ ഉപയോഗിക്കണം. ക്രെഡിറ്റ് കാർഡിൻ്റെ ആകെ ലിമിറ്റിൻ്റെ 30% കൂടുതൽ ഓരോ മാസവും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. സോ കൃത്യസമയത്ത് തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ പലിശയും അതിൻ്റെ പെനാലിറ്റിയും ഒക്കെ ചേർന്ന് വലിയ രീതിയിലുള്ളൊരു കടക്കണിയിലാകും. ഇന്നത്തെ അധിക യങ്സ്റ്റേഴ്സും നമുക്കറിയാം ഒരു 2-3 ക്രെഡിറ്റ് കാർഡ് ഉണ്ടാവും, ഇതെടുത്ത് റോൾ ചെയ്ത് ഇങ്ങനെ പോകും. ഈ റോളിങ്ങൊക്കെ നല്ലതായിരിക്കും. ഇപ്പം ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. സോ ആ പോയിന്റിലേക്ക് നിങ്ങൾ എത്താതിരിക്കുക. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് വരുന്നത് അതിന് 30% മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, അത് നമ്മൾ വിചാരിച്ച പ്ലാനിങ്ങിലൊന്നും അങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ പോലും നമുക്ക് ആ എക്സ്പെൻസ് ബെയർ ചെയ്യാൻ സാധിക്കണം. ആൻഡ് ഏഴാമത്തെ പോയിന്റിലേക്ക് കിടക്കാം. ദാറ്റ് ഈസ് EMI കൺട്രോൾ. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആകെ മാസ വരുമാനത്തിൻ്റെ 35% കൂടുതൽ EMI ആകാൻ പാടില്ല. അതിൽ കൂടുതൽ തുക EMI ആയി പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങൾ സാമ്പത്തികമായി അപകടകരമായിട്ടുള്ളൊരു അവസ്ഥയിലാണ്. ഇന്നത്തെ കാലത്ത് മിക്സി തൊട്ട് നമുക്കൊരു വീട് എടുക്കണമെങ്കിൽ അതുവരെ നമുക്ക് EMIയിൽ കിട്ടും. എല്ലാ സാധനങ്ങളും EMIയിലാണ്. ഞാനിപ്പോൾ എൻ്റെ മുമ്പിൽ വെച്ച ലാപ്ടോപ്പ് വരെ നമുക്ക് EMIയിൽ വാങ്ങാൻ സാധിക്കും. പക്ഷേ
ഇങ്ങനെ എല്ലാ സാധനവും നമ്മൾ ഒരു 1000 രൂപയിലെ EMI അല്ലെങ്കിൽ ഒരു 10,000 രൂപയിലെ EMI എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിക്കൂട്ടി ഇത് നമ്മുടെ സാലറിയുടെ മുകളിലേക്കായിരിക്കും ഒരുപക്ഷെ EMI. സോ ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തരുത്. എപ്പോഴും നിങ്ങളുടെ മാസ വരുമാനത്തിന്റെ 35% മാത്രമേ നിങ്ങൾ EMI ആയിട്ട് അടയ്ക്കാൻ പാടുള്ളൂ. അത് ശ്രദ്ധിക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ സാലറി 1 ലക്ഷം ആണെങ്കിൽ 35,000 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് EMI വരാൻ പാടില്ല. ഞാൻ ഇപ്പോൾ പറയുന്ന പോയിന്റുകളെല്ലാം നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിന്റെ ഒരു ഭാഗമാക്കി മാറ്റുക. നാളെ പൈസ ഉണ്ടാക്കാൻ സാധിക്കുമെന്നല്ല, പക്ഷേ ഗ്രാജുവലി നല്ല രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് കിട്ടും. 8ാമത്തെ പോയിന്റിലേക്ക് അടക്കം, ദാറ്റ് ഇസ് ഹൗസിംഗ് എക്സ്പെൻസ്. വീട്ടു സാധനങ്ങളും മറ്റ് അനാവശ്യ ചെലവുകളും നിങ്ങളുടെ ആകെ വരുമാനത്തിന്റെ 30% താഴെയായിട്ട് നിങ്ങൾ ക്രമീകരിക്കുക. സോ നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് അമിതമായി പണം ചെലവഴിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കുക. നമുക്ക് എത്രയാണോ വരവ് അതിനനുസരിച്ച് ചെലവാക്കുക. ആൻഡ് നമ്മുടെ അവസാനത്തെ പോയിന്റ് റിട്ടയർമെന്റ് പ്ലാൻ. യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും ഒരു 40-45 വയസ്സിൽ റിട്ടയർ ആവണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ 25-30 വയസ്സിൽ തന്നെ റിട്ടയർമെന്റിനായി പണം സമ്പാദിച്ചു തുടങ്ങണം. 60 വയസ്സാകുമ്പോൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വതന്ത്രമായി ജീവിക്കാൻ ഇത് സഹായിക്കും. ഇന്നത്തെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പ്രീ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് നാളെ എന്ത് എന്നുള്ളൊരു കാര്യം എപ്പോഴും അവർ അലട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളെല്ലാം ചെയ്യും. സോ ആ ഒരു സമയത്ത് റിട്ടയർമെന്റിന് വേണ്ടി നല്ലൊരു ഫണ്ട് നമ്മൾ മാറ്റി വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ 9 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു ഫിനാൻഷ്യൽ കൺസിസ്റ്റൻസി, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫിനാൻഷ്യൽ ട്രാക്ക് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു സാമ്പത്തിക സ്ഥിതി വളരെ നല്ല രീതിയിൽ തന്നെ മെച്ചപ്പെടും. ഇത് നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, പണക്കാരനാവുക എന്നത് മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യേണ്ട ഒന്നല്ല. അത് നിങ്ങളുടെ സാമ്പത്തിക വളർച്ചയും അല്ലെങ്കിൽ എന്താ പറയുക ഒരു സ്വാതന്ത്ര്യവുമാണ്, ഒരു സെൽഫ് ഗ്രോത്ത് ആണത്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം പാലിച്ചാൽ നിങ്ങൾക്കും നല്ല രീതിയിലുള്ള സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക വിജയം നിങ്ങളുടെ അച്ചടക്കത്തെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ സോഷ്യൽ മീഡിയ പോസ്റ്റുകളോ അല്ലെങ്കിൽ സ്റ്റോറികളോ ബ്രാൻഡഡ് വസ്ത്രങ്ങളോ ഒന്നുമല്ല നിങ്ങളുടെ ബാങ്ക് ബാലൻസ് തീരുമാനിക്കുന്നത്. ഈ 9 സ്ട്രാറ്റജിയിൽ നിങ്ങൾ ഏതൊക്കെയാണ് നിലവിൽ ഫോളോ ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ടിപ്സ് ആൻഡ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് സ്കീംസ്, മറ്റ് അപ്ഡേറ്റ്സ് എല്ലാം അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട. മറ്റൊരു വീഡിയോയുടെ നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അജ്ന സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. Bosswala. Be the boss.